ബി.ജെ.പിയുടെ ദേശീയ സംസ്ഥാന അധ്യക്ഷന്മാർ മാറാനിനി കുറച്ച് നാളുകൾ കൂടിയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ ഏതാനും മാസങ്ങൾ കൂടി. കെ സുരേന്ദ്രൻ ദേശീയ തലത്തിലേക്ക് പോകുമെന്ന് ഏകദേശം ഉറപ്പാവുകയും ചെയ്തു. കെ സുരേന്ദ്രനാണ് കേരളത്തിലെ ബി.ജെ.പിയെ നയിച്ചവരിൽ ചെറുപ്പക്കാരനായിരുന്നു. നിരവധി ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഹിന്ദു വോട്ട് ബേസ് ചെയ്തിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ അദ്ദേഹത്തിന് ജനസമ്മതി സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കെ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിൽ ഒരു ബലമുള്ള സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ബലമുള്ള നേതാവ് എന്ന പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളത്തിൻ്റെ മതേതര വോട്ടുകൾ ക്രോഡീകരിക്കുന്നതിനും കെ സുരേന്ദ്രന് കഴിയാതെ പോയിട്ടുണ്ട്. മതഛിദ്രത ഉണ്ടാക്കി വർഗീയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വർഗീയവാദ പാർട്ടി അല്ലെങ്കിൽ ഹൈന്ദവ വർഗീയത മാത്രം മുറുകെ പിടിക്കുന്ന പാർട്ടി എന്ന തരത്തിൽ ബി.ജെ.പിയെ ഒതുക്കി കെട്ടുന്നതിലും കെ സുരേന്ദ്രൻ ഒരു പരിധിവരെ വിജയിച്ചു. അങ്ങനെ വർഗീയ വോട്ടുകളുടെ ക്രോഡീകരണം നമുക്കറിയാം. തൃശ്ശൂരിലെ ഇലക്ഷൻ വരെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്ന ഇലക്ഷനിൽ പോലും ആ ഭൂരിപക്ഷ വർഗീയ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ക്രോഡീകരിക്കാൻ സുരേന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അത് സുരേന്ദ്രൻ്റെ വിജയമായി ഒരു വിഭാഗം ബി.ജെ.പിക്കാർ കാണുന്നുണ്ട്. എന്നാൽ പൊതുജനം അങ്ങനെ കാണുന്നില്ല. കേരളത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരു നേതാവായിട്ട് മാത്രമാണ് കെ സുരേന്ദ്രനെ കാണുന്നത്. എന്നാൽ ബി.ജെ.പിയിലെ തന്നെ പ്രബലമായ മറ്റൊരു പക്ഷമുണ്ട്. അവർ ശോഭാ സുരേന്ദ്രനെയാണ് ഉയർത്തിക്കാട്ടുന്നത്. അടുത്ത ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷയായി വരണമെന്ന് അവർ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രന് എതിരാളികളുടെ നാവടച്ച് മറുപടി കൊടുക്കാനുള്ള ശക്തിയുണ്ട്. അതുപോലെ തന്നെ ശശികല എന്ന നേതാവിനെ പോലെയോ കെ സുരേന്ദ്രനെ പോലെയോ അത്ര കടുത്ത വർഗീയവാദം ശോഭാ സുരേന്ദ്രൻ ഉയർത്താറില്ല. നിന്ന ഇലക്ഷനുകളിലൊക്കെ വോട്ട് നില കൂട്ടുകയാണ്, മെച്ചപ്പെടുത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് തോറ്റാലും ആ മണ്ഡലത്തിൽ നിലയുറപ്പിച്ച് അവിടെയുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിക്കുന്നതിലൊക്കെ ശോഭാ സുരേന്ദ്രൻ കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട് എന്നാണ് RSSൻ്റെയും അതുപോലെ തന്നെ ബി.ജെ.പിയിലെ ഒരു വിഭാഗം നേതാക്കളുടെയും ധാരണയും വിശ്വാസവും. അതുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷയായി ഉയർത്തിക്കൊണ്ടുവരണം എന്ന ആഗ്രഹം ഇവർ ഉന്നയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കെ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ശോഭാ സുരേന്ദ്രൻ ആ കസേരയിൽ ഇരുന്നാൽ അവരുടെ തലകൾ ഉരുളും. കാരണം അവരുടെ കള്ളക്കളികളൊന്നും നടക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഏതു വിധേനയും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് എത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഉറച്ച പ്രവർത്തന രീതിയാണ് അവർ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു സംഭവം, ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ തന്നെ, അതായത് മുമ്പ് കെ സുരേന്ദ്രൻ രണ്ടാം തവണയൊക്കെ വരുമ്പോൾ തന്നെ നേതൃസ്ഥാനത്ത് എത്തുമെന്ന പ്രതീക്ഷ പുലർത്തിയിരുന്ന നേതാവാണ്. പക്ഷെ അവരെ തഴഞ്ഞു. ഏകദേശം 2 വർഷക്കാലം അവർ രാഷ്ട്രീയ വനവാസം വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട് ബി.ജെ.പിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ കൊണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പാലക്കാട് സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞു അവരുടെ ഫ്ലെക്സ് പോലും ആളുകൾ നശിപ്പിക്കുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ അതായത് ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ, കെ സുരേന്ദ്രനൊപ്പം നിൽക്കുന്ന ആളുകൾ ശോഭാ സുരേന്ദ്രനെ വെറുക്കുന്നതിനുള്ള പ്രധാന കാരണം അവർ നേരും നെറിയുമുള്ള ഒരു നേതാവാണ്. അവർ വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രനൊപ്പം നിന്ന് ഉഡായിപ്പ് കാണിക്കുന്നത് പോലെ ഉഡായിപ്പ് കാണിച്ചു പോകാൻ കഴിയുകയില്ല എന്നതാണ്. RSSകാർ ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നതിന് കാരണം സുരേന്ദ്രനൊപ്പം നിൽക്കുമ്പോൾ RSSനെ നമുക്കറിയാം, കോർഡിനേറ്റർ ആയിരുന്ന ആളുകളൊക്കെ അവർ പിൻവലിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ബി.ജെ.പി പല മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചിരുന്നില്ലെന്ന് RSSന് വ്യക്തമായ ധാരണയുണ്ട്. RSSകാർ അത് പലപ്പോഴും തുറന്നു പറയുകയും RSSൻ്റെ പ്രവർത്തകരാണ്, അണികളാണ്, RSSൻ്റെ ബൈഠക്കിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്, RSSുമായി അനുഭാവമുള്ള ആളുകളാണ് ബൂത്ത് ഏജന്റുമാരായി പ്രവർത്തിച്ചത്, പലയിടത്തും ബൂത്തുകളിൽ പ്രവർത്തനം നടത്തിയത്, വോട്ട് പിടിക്കാൻ പോയതൊക്കെ. ബി.ജെ.പിക്കാർ അങ്ങനെ ചെയ്തിരുന്നില്ല. ബി.ജെ.പിക്കാർ ഒരുപക്ഷെ കുറച്ചുകൂടി ഇനിഷ്യേറ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ പല മണ്ഡലങ്ങളിലും കുറെ കൂടി വോട്ട് നില മെച്ചപ്പെടുത്താൻ ബി.ജെ.പിക്ക് കഴിയുമായിരുന്നു എന്ന വിലയിരുത്തലിലാണ് RSS. അതുകൊണ്ടാണ് അവരുടെ കോർഡിനേറ്ററിനെയൊക്കെ പിൻവലിച്ചിട്ട് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനൊപ്പം പോകാൻ താല്പര്യമില്ല. ഇപ്പോഴത്തെ നേതൃത്വം കാണിക്കുന്നതൊക്കെ RSSനും ബി.ജെ.പിക്കുമൊക്കെ എതിർക്കാത്ത നയങ്ങളാണ്, അവർക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന ധാരണ വെച്ചാണ് RSS പിന്മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ വരികയാണെങ്കിൽ RSS വീണ്ടും സംസ്ഥാന ബി.ജെ.പിയിൽ വീണ്ടും കുറെ കൂടി കാര്യക്ഷമമായി ഇടപെടും. ശോഭാ സുരേന്ദ്രനെ ഉയർത്തിക്കാട്ടി കൂടുതൽ വോട്ട് നേടാനും കഴിയുമെന്ന വിശ്വാസവും RSS പുലർത്തുന്നുണ്ട്. ഏതായാലും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ജില്ലാ നേതാക്കൾ, അതായത് ജില്ലാ പ്രസിഡന്റിനെ പോലും ഇനി തീരുമാനിക്കുന്നത് കേന്ദ്ര നേതൃത്വമായിരിക്കും. മുമ്പ് സംസ്ഥാന അധ്യക്ഷന്മാരെയും സ്ഥാനാർത്ഥികളെയുമായിരുന്നു കേന്ദ്ര നേതൃത്വം നിശ്ചയിച്ചിരുന്നത്. ഇപ്പോൾ ജില്ലാ അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നതും കേന്ദ്ര നേതൃത്വമായിരിക്കുമെന്നും ബി.ജെ.പിയുടെ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളിൽ നിന്ന് വിവരം ചോർന്നു വന്നിട്ടുണ്ട്.
അപ്പോൾ BJPയും കോൺഗ്രസിനെ പോലെ ഒരു ഹൈക്കമാൻഡ് പാർട്ടിയായി മാറുന്നുണ്ട്. ജില്ലാ നേതാക്കളെയും അതുപോലെ സംസ്ഥാന നേതാക്കളെയും നിശ്ചയിക്കുന്നത്, സംസ്ഥാന അധ്യക്ഷന്മാരെ നിശ്ചയിക്കുന്നത് ഇനി കേന്ദ്ര നേതൃത്വമായിരിക്കും. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കുന്നതിൽ കേന്ദ്ര നേതൃത്വം കഴിഞ്ഞ തവണ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. എന്നാൽ സംസ്ഥാന നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സുരേന്ദ്രന് വീണ്ടും നറുക്ക് വീണത്. ശോഭാ സുരേന്ദ്രനെ ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ കെ സുരേന്ദ്രൻ മാറുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അധ്യക്ഷയായി വരുമെന്നതിന് ഒരു പച്ചക്കൊടി കാണിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. ശോഭാ സുരേന്ദ്രൻ വന്നാൽ കേരളത്തിലെ സ്ഥിതി കുറെ കൂടി മെച്ചപ്പെടും എന്നുണ്ട്. അതുമാത്രമല്ല, കേരളത്തിൽ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ വരുത്തിവെക്കുന്ന വിനകൾക്കും ഒരു പരിധിവരെ തടയിടാൻ ശോഭാ സുരേന്ദ്രന് കഴിയും. കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടൊന്നും ഈ സുരേഷ് ഗോപി ഒന്നും കേൾക്കുന്നില്ല എന്ന പരിഭവമുണ്ട്. സുരേഷ് ഗോപിയാണ് ഏക MP, ഏക മന്ത്രി. എങ്കിലും സുരേഷ് ഗോപി നേതൃത്വത്തിനെതിരെ പടപൊരുതി നിൽക്കുകയാണ്. സുരേഷ് ഗോപിക്കും ഇപ്പോഴുള്ള നേതൃത്വവുമായി അത്ര ഇഷ്ടത്തിലല്ല, രമ്യതയിലല്ല. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പോലെ പുതിയൊരു അധ്യക്ഷ വന്നാൽ തീർച്ചയായും സുരേഷ് ഗോപിയും പാർട്ടിക്ക് വഴങ്ങി നിൽക്കുമെന്ന പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഏതായാലും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ BJPയുടെ തലപ്പത്ത് ആര് വരും, സംസ്ഥാന അധ്യക്ഷനായോ അധ്യക്ഷയായോ ആര് വരുമെന്ന് നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.